ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഡോണറ്റ് ആണ്. കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിയുന്ന സമയത്ത് ഇത് കാണുമ്പോൾ എന്ത് ഹാപ്പി ആയിരിക്കും അല്ലെ. എന്റെ മോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ മോൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാന്നായിട്ട് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഇതിനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ആഡ് ചെയ്യുക. അതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടി ആഡ് ചെയ്യണേ. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഡ്രൈ ഈസ്റ്റ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ ഞാൻ വെക്കുന്നുണ്ട്. ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം വേണം നമുക്ക് മിക്സിലേക്ക് ഒഴിക്കാൻ. ഇത് നീക്കി വെച്ച ശേഷം ഞാൻ 2 കപ്പ് മൈദ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ അളവിൽ നമുക്ക് ഏകദേശം ഒരു 10-12 ഡോണറ്റ് എങ്കിലും ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഇത് അങ്ങനെ 2 കപ്പ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച് വെച്ച ഷുഗറാണ് ഇട്ടേക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. മെഷർമെന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ യൂസ് ചെയ്യാം. ഏത് അൺഫ്ലേവർഡ് ആയിട്ടുള്ള ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്കൊരു കോഴിമുട്ടയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അതോടെ നമ്മുടെ ഇൻഗ്രീഡിയൻസിന്റെ പരിപാടി കഴിഞ്ഞു. ഡോണറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തേക്കുന്നത്. ഇത് അമൂലിന്റെ കോമ്പൗണ്ട് ബാർ ആണ്. നമുക്ക് എല്ലാ സ്ഥലത്തുനിന്നും വാങ്ങാനായിട്ട് കിട്ടും. എനിക്ക് കഴിക്കാനായിട്ട് മിൽക്ക് ചോക്ലേറ്റിനേക്കാൾ ഇഷ്ടം ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഡോണറ്റിനായാലും ഡാർക്ക് ചോക്ലേറ്റിൽ മുക്കുമ്പോഴല്ലേ കാണാനായിട്ട് കുറച്ചും കൂടി ഭംഗി. എനിക്ക് അങ്ങനെ തോന്നിയേക്കണേ കേട്ടോ. ഈ ചോക്ലേറ്റ് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതോടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഓവണിൽ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. നമ്മുടെ ഈസ്റ്റിന്റെ കാര്യം എന്തായാലും നോക്കാം കേട്ടോ. കണ്ടില്ലേ, ഈസ്റ്റിൽ ഇതേ ബബിൾസുകളൊക്കെ വന്നിട്ടുണ്ട്. ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പം നമുക്ക് എന്തായാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനിയാണ് ഈ ഡോണറ്റിന്റെ മേജർ ടാസ്ക് വരുന്നത്. ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് നീഡ് ചെയ്ത് ഒരു സോഫ്റ്റ് ഡോ പരുവത്തിലാക്കണം കേട്ടോ. ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. സ്റ്റിക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് റോൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് മാവ് നല്ലോണം നീഡ് ചെയ്തെടുക്കാം. ഇതൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ നന്നായിട്ട് കുഴച്ചു കൊടുക്കണം. എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സോഫ്റ്റ് പരുവത്തിൽ എത്തുള്ളൂ. ഇച്ചിരി കുറച്ച് കൈയൊക്കെ വേദന എടുക്കും കേട്ടോ. ഇച്ചിരി ഗ്യാപ്പ് എടുത്ത് ചെയ്താൽ മതി. നമ്മുടെ ഡോ ഓൾമോസ്റ്റ് സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി കുറേ നേരത്തെ പണി കഴിഞ്ഞിട്ട് നമ്മുടെ ഡോ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് നമുക്കൊന്ന് പ്രൂഫ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 30 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. ഇതാണ് ആഫ്റ്റർ 30 മിനിറ്റ്സ്. ഡോ നോക്ക്, ഡബിൾ സൈസ് ആയാലേ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ, നമ്മൾ പണിയെടുത്തത് വെറുതെ ആയില്ല എന്ന്. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈസ്റ്റിന്റെ പണി ആയിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കൊന്ന് പരത്താട്ടോ അതിനെ. അതിനായിട്ട് നമ്മുടെ ടേബിൾ ടോപ്പിൽ മൈദയുടെ പൊടി ഒന്ന് വെതറി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഡോ എടുത്തിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഒത്തിരി നൈസായിട്ട് റോൾ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. കുറച്ച് തിക്നെസ്സിൽ കൊടുക്കണേ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡോണറ്റിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഒരു പ്ലാസ്റ്റിക് ബോട്ടലിന്റെ മൂടി കൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് മാർക്കറ്റ്സിൽ ഡോണറ്റ് കട്ടേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. വെറുതെ കാശ് കളയേണ്ട ആവശ്യമില്ലല്ലോ. ഇതുകൊണ്ട് നൈസായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം ഡോണറ്റിന്റെ ഷേപ്പിൽ വരുന്ന ഒരു മൂടി എടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഇതിന് പതുക്കെ ഇളക്കിയെടുക്കാം. ബാക്കി വരുന്ന മൈദയുടെ എക്സ്ട്രാസ് ഉണ്ടല്ലോ, അത് നമുക്ക് വീണ്ടും റോൾ ചെയ്ത് വീണ്ടും നമുക്ക് ഇതുപോലെ ഡോണറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡോണറ്റ്സിന്റെ സെന്ററിലായിട്ട് ഒരു ഹോൾ ഉണ്ടാവില്ലേ, അത് ചെയ്യാനായിട്ട് ഞാനൊരു ബോട്ടിലിന്റെ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ആ പണി കഴിഞ്ഞു. അങ്ങനെ ഇതുപോലെ ഇളക്കി മാറ്റി കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഡോണറ്റിന്റെ ഷേപ്പ് റെഡി ആയിട്ടുണ്ട്. ഒരു പാൻ എടുക്കുക. അതിനകത്തേക്ക് നമുക്ക് ഡോണറ്റ് നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്യേണ്ടതാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ ഡോണറ്റ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കളർ കിട്ടുമെങ്കിലും ചിലപ്പോൾ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല.
ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കുറച്ച് ടൈം എടുക്കും, എന്നാലും നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. ഇത് കണ്ടില്ലേ, ഓയിലിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതേ ഡോണറ്റ്സ് ഒക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇനി ഇതെല്ലാം നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഡോണറ്റ്സ് എല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന ഡോയിലെ അത് വെച്ചൊരു 3 ഡോണറ്റും കൂടി എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 2-3 ഉണ്ടാക്കാനായിട്ടുള്ള ഡോ ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. എന്തായാലും ഇന്നത്തേക്ക് ഇത്ര മതി, ബാക്കിയുള്ളത് പിന്നെ ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ സെറ്റ് ഡോണറ്റും ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പൊ നമുക്ക് നമ്മുടെ ഡോണറ്റ്സ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി, നല്ല സോഫ്റ്റ് ആണ്, നല്ല അടിപൊളിയാണ് കേട്ടോ ഡോണറ്റ്. നമ്മുടെ ഡോണറ്റിന്റെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനൊന്നും ഡോണറ്റ് കട്ടറിന്റെ ഒരു ആവശ്യമില്ല. ഇനി നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്താണെന്ന് അറിയാമോ? നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇല്ലേ, അതിനകത്തേക്ക് നമ്മുടെ ഡോണറ്റ് മുക്കിയെടുക്കണം. അങ്ങനെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ഡാർക്ക് ചോക്ലേറ്റിലേക്ക് ഡോണറ്റ് അങ്ങോട്ട് മുക്കി എടുക്കുന്നുണ്ട്. അടിപൊളിയാട്ടോ ഇത് കാണാനായിട്ട്. പ്രത്യേകിച്ച് ഡാർക്ക് ചോക്ലേറ്റ് വരുന്ന സമയത്ത് ഈ ഡോണറ്റ് കാണാൻ നല്ല രസമാണ്. ഡോണറ്റിന്റെ കളറോട് ശരിക്കും മാച്ചായി പോകുന്ന ഡാർക്ക് ചോക്ലേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സംഭവം അങ്ങോട്ട് പൊളിച്ചു. എൻ്റെ മോൾക്ക് ഡോണറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കില്ല, ഇതിൻ്റെ ജസ്റ്റ് ഹാഫ് എടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു 5 ഡോണറ്റ്സ് എങ്കിലും നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കാറ്. ശരിക്കും ഈ ചോക്ലേറ്റിൽ മുക്കിയെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടാണ് കേട്ടോ തോന്നുന്നത്. ചോക്ലേറ്റ് ഇഷ്ടമുള്ള ഏതാൾക്ക് ഈ ഡോണറ്റ് ഇഷ്ടാവൂലേ? എനിക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇഷ്ടമായി. അപ്പോൾ ഉറപ്പായിട്ട് ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻറ്റിൽ പറയണേ എങ്ങനെയുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഡോണറ്റ് പ്രേമിക്ക് കൊടുക്കാൻ കേട്ടോ. അവൾക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. ഇത് എപ്പോൾ തീർന്നിട്ടാണ് ഇനി തിന്നാൻ പറ്റാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് അവൾ ഇരിക്കുന്നത്. ഡോണറ്റ് ടേസ്റ്റ് ചെയ്യാനായിട്ട് ജിബിനെ വിളിച്ചിട്ടുണ്ട്. ജിബിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡോണറ്റിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് അയക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ഡോണറ്റ് എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ, ടേക്ക് കെയർ.